പരിശുദ്ധതയുടെ പർദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നാം ശ്രവിക്കുക ഒരു അഭിനേത്രി ആയിരുന്നതിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് നടന്നു കയറിയ ഒരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ്. സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ്. സിസ്റ്റർ ജനിക്കുന്നത് 1982 നവംബർ 14 നോർത്തേൺ അയർലൻഡിലെ ഡെറി എന്ന് പറയുന്ന സ്ഥലത്താണ്. സിസ്റ്റർ ക്ലെയർ ചെറുപ്പത്തിലെ തന്നെ ജനിച്ചത് ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നെങ്കിൽ കൂടിയും നമ്മൾ ഒരു സാധാരണ വിശുദ്ധരുടെ ജീവിതത്തിൽ കാണുന്ന പോലെയുള്ള ഒരു ജീവിതമല്ല, അതിൽ നിന്നൊക്കെ നേരെ വിപരീതമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾക്ക് ക്ലെയറിൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുക. ക്ലെയർ ചെറുപ്പത്തിലെ തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഒരു കത്തോലിക്ക കുടുംബത്തിൽ കാണാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു വിശ്വാസ ജീവിതമായിരുന്നില്ല ക്ലെയറിൻ്റേത്. ക്ലെയർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സ്വന്തമായ ഒരു ജീവിത രീതിയാണ് ക്ലെയർ നയിച്ചിരുന്നത്. സ്വന്തം തീരുമാനങ്ങളും സ്വന്തം ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു ക്ലെയറിൻ്റേത്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഉള്ളവർ തന്നെ ക്ലെയറിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുക. കാര്യം അവളുടെ ഒരു ജീവിത രീതി ചെറുപ്പം മുതൽ തന്നെ മറ്റുള്ളതെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു സ്വന്തം ഇഷ്ടപ്രകാരം നയിക്കുന്ന ഒരു ജീവിതമായിരുന്നു ക്ലെയറിൻ്റേത്. ക്ലെയറിൻ്റെ ഒരു ടീനേജ് പ്രായം മുതൽ തന്നെ അവൾക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടുകാരോടൊത്ത് പോവുക, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സ്, നൈറ്റ് ക്ലബ്സ്, ഇതെല്ലാം ക്ലെയറിൻ്റെ ജീവിതത്തിൽ ആ ഒരു ടീനേജ് പ്രായം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ രീതിയിലും ലൗകികമായ ഒരു ജീവിത ശൈലി നയിക്കുവാനായിട്ടാണ് ക്ലെയർ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിരുന്നതും പരിശ്രമിച്ചിരുന്നതും. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ ഒരു വിശുദ്ധ പദവിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടായി എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. അപ്പോൾ ദൈവം എപ്രകാരമാണ് ക്ലെയറിൻ്റെ ആ ഒരു ജീവിതത്തിൽ ശക്തമായി പ്രവർത്തിച്ചതെന്ന് നമുക്ക് തുടർന്ന് ശ്രവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലെയറിന് നമ്മൾ കണ്ടു, ക്ലെയറിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ജീവിതമായിരുന്നെന്ന്. ക്ലെയർ കൗമാര പ്രായത്തിലായിരുന്നപ്പോൾ അവൾക്ക് 16-17 വയസ്സ് ആ ഒരു പ്രായമായിരുന്നപ്പോൾ അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം ഇങ്ങനെയാണ്. അതായത് അവൾ തൻ്റെ കൂട്ടുകാരിയുമായ ഒരിക്കലും അങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടുകാരി അവളോട് പറയുകയാണ്, കുറച്ച് പേരിങ്ങനെ സ്പെയിനിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പെയിനിലേക്ക് പോകുമ്പോൾ നിനക്കും വേണമെങ്കിൽ ഇത് കുറച്ച് പേര് ഒരുമിച്ച് പോകുന്ന ഒരു ട്രിപ്പാണ്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ് അവളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ക്ലെയറിന് ഇത് കേട്ടപ്പോൾ ഒരു നല്ലൊരു ഐഡിയ ആയിട്ട് അവൾക്ക് തോന്നി. അപ്പോൾ ക്ലെയർ പറയുന്നുണ്ട്, ഓക്കെ എന്നാൽ ഞാനും കൂടെ വരാം. കാര്യം ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് കേൾക്കുമ്പോൾ ക്ലെയറിൻ്റെ മനസ്സിൽ അന്ന് ഉണ്ടായിരുന്നത് സ്പെയിനിലുള്ള ബീച്ചും നൈറ്റ് ക്ലബ്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് തനിക്ക് നന്നായിട്ട് അടിച്ചു പൊളിക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് ക്ലെയർ ഇതിന് സമ്മതിക്കുക. അപ്പോൾ ക്ലെയറിൻ്റെ ഇതിന് മുമ്പുള്ള ഈ ഒരു സമയത്തുള്ള അവളുടെ ജീവിതം എന്ന് പറയുന്നത്, അവളുടെ മനസ്സിലൊരു ആഗ്രഹം എന്ന് പറയുന്നത് തനിക്ക് ലോകത്തിൽ നല്ലൊരു അറിയപ്പെടുന്ന ഒരു നടിയായി തീരണമെന്നൊരു ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു. അവൾ ചെറുപ്പത്തിലെ തന്നെ നല്ല ടാലൻറ്റഡ് ആയിരുന്നു, പല നല്ല കഴിവുകളും അവൾക്കുണ്ടായിരുന്നു. അപ്പം സ്കൂളിൽ ആയിരുന്ന സമയത്ത് പോലും അധ്യാപകർ അവളുടെ ഒരു മികവ് കണ്ടു തന്നെ സ്കൂളിൽ തന്നെ പല ഡ്രാമയിലൊക്കെ പങ്കെടുപ്പിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ആക്ടിവിറ്റീസിലെല്ലാം ക്ലെയറിനെ പങ്കെടുപ്പിച്ചിരുന്നു. അപ്പോൾ അവളുടെ ഒരു കഴിവെന്ന് പറയുന്നത് അവൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അധ്യാപകർ കണ്ടെത്തി വളർത്താനൊക്കെ ആയിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇതിൽ അവൾക്ക് അഭിനയം എന്ന് പറയുന്നത് അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടാലൻ്റ് ആയിരുന്നു. അപ്പോൾ അവളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇനി ഹോളിവുഡിൽ കയറി പതുക്കെ ഹോളിവുഡിലെത്തി തനിക്കൊരു ലോകം അറിയപ്പെടുന്ന, ഈ ഒരു നാട്ടിൽ മാത്രമല്ല ലോകം അറിയപ്പെടുന്ന ഒരു നടിയായി തീരണമെന്നൊരു ആഗ്രഹം ക്ലെയറിനുണ്ടായിരുന്നു. അതേസമയം തന്നെ അവളുടെ ജീവിതത്തിൻ്റെ മറ്റൊരു വശം ചിന്തിക്കുകയാണെങ്കിൽ വളരെ മോശമായൊരു ജീവിതമാണ് ക്ലെയർ നയിച്ചിരുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അവസരത്തിലാണ് ക്ലെയറിൻ്റെ മുന്നിൽ തൻ്റെ കൂട്ടുകാരി ഈ ഒരു ട്രിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ക്ലെയറിന് മനസ്സിൽ അവൾ ആഗ്രഹിച്ച പോലെ അവൾ കരുതിയത് അവിടെ പോയി തനിക്ക് നന്നായി എല്ലാവരും ഒത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് നഷ്ടപ്പെടുത്തരുതെന്നുള്ളൊരു ചിന്ത അവൾക്കുണ്ടായി. അങ്ങനെ അവൾ കൂട്ടുകാരിയോട് പറയുന്നുണ്ട്, നീ അത് ബുക്ക് ചെയ്തോ, നമുക്ക് പോകാമെന്നുള്ള. അപ്പോൾ അവൾ പറയും ഇത് ഫ്രീ ട്രിപ്പും കൂടെയാണ്, കാര്യം ഇതിന് പൈസ അടയ്ക്കേണ്ട. അപ്പോൾ ഫ്രീയും കൂടെ ആയതുകൊണ്ട് ക്ലെയറിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കാര്യം ഇതിന് ഉറപ്പായിട്ടും പോകാമെന്ന് ഉറപ്പിച്ച് തന്നെ അവൾ നിൽക്കുക.
അങ്ങനെ പിന്നീട് കൂട്ടുകാരി വന്ന് പറയുന്നുണ്ട്, ഈ ട്രിപ്പിന് പോകുന്നവരെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ കൂടുന്നുണ്ട്, ഒരുമിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ നീയും കൂടെ അവളുടെ കൂടെ നീയും പോകുമല്ലേ, അപ്പോൾ നമ്മൾ ഒരുമിച്ച് അവിടെ ചെല്ലണം, ഒരുമിച്ച് കൂടാനായിട്ട് ചെല്ലണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്ലെയർ അവൾ കൂട്ടുകാരി പറഞ്ഞ ആ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും അപ്പോൾ ഈ ഒരു അവസരത്തിൽ ക്ലെയർ അവിടെ പ്രതീക്ഷിക്കുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ വളരെ അടിച്ചു പൊളിച്ച് ഇരിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ക്ലെയർ ആ വീട്ടിൽ ചെന്ന് ആ വാതിൽ തുറക്കുന്നത്. അങ്ങനെ ക്ലെയർ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു 50-60 പ്രായത്തിലുള്ള കുറച്ച് മനുഷ്യർ, ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുറച്ച് മനുഷ്യർ ഒരുമിച്ച് കൂടിയിരുന്ന് അവിടെ ഇരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ട ഉടനെ ഇത് ക്ലെയർ വളരെയേറെ അത്ഭുതപ്പെട്ടു പോയി. കാര്യം ഇതൊരു ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇവിടെ ഇങ്ങനെയെന്ന് പറഞ്ഞ് അവളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് കൂട്ടുകാരി അവിടെ ഇരുന്നിട്ട് പറഞ്ഞത്, ആ ക്ലെയർ, ഞാൻ നിന്നോട് പറയാനായിട്ട് വിട്ടുപോയി, ഇതൊരു തീർത്ഥാടനമാണ്, അതായത് ഇതല്ലാതെ ഉള്ള ഒരു ട്രിപ്പല്ല എന്ന് പറഞ്ഞ് കൂട്ടുകാരി അപ്പോഴാണ് ക്ലെയറിൻ്റെ അടുത്ത് പറയുക. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ക്ലെയർ ഞെട്ടിപ്പോകുന്നുണ്ട്. ക്ലെയറിന് അവിടെ നിൽക്കണോ പോകണോ എന്നുള്ളൊരവസ്ഥയിലാണ് ക്ലെയർ അവിടെ കടന്നു ചെല്ലുക. ക്ലെയറിന് അത് എത്രയും വേഗം ഇത് വേണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു തീർത്ഥാടനമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ താൻ ഒട്ടും വരില്ലായിരുന്നു എന്ന് ക്ലെയറിനറിയാം. അങ്ങനെ അവസാനം അവൾ അവിടെ കയറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ നിന്ന് തിരിച്ച് പോരാനായിട്ടും നിർവാഹമില്ല. അങ്ങനെ നിവൃത്തിയില്ലാതെ അവൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ അവിടെ ആയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു യാത്ര അവിടെ നിന്ന് പോകുമ്പോൾ അവളുടെ കൂട്ടുകാരിയെങ്കിലും ഉണ്ടല്ലോ, കൂടെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ക്ലെയർ ഇരിക്കുക. പക്ഷേ ആ യാത്രയ്ക്ക് തൊട്ട് മുമ്പായിട്ട് കൂട്ടുകാരിക്ക് പെട്ടെന്ന് വയറിന് അസുഖം വരികയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരി വിളിച്ചു പറയുന്നുണ്ട്, ക്ലെയർ എനിക്ക് വരാൻ പറ്റത്തില്ല, അപ്പോൾ നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ക്ലെയറിന് അവളുടെ ആ ഒരു ദേഷ്യം കുറച്ചും കൂടി ഇരട്ടിച്ചു. കൂട്ടുകാരിയുമില്ല, അവൾ വിചാരിച്ച യാതൊരു സാധനവും ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇല്ല. പക്ഷേ എന്നാലും അവൾ പിന്നെ നിവൃത്തിയില്ലാതെ അവരുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ എല്ലാവരും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഭക്തിപൂർവ്വം പങ്കെടുത്തൊക്കെയാണ് ഈ ഒരു തീർത്ഥാടന യാത്ര മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ആയതാണ് ക്ലെയർ പോയിരുന്നത്. കാര്യം ആരും പറഞ്ഞാലും അവൾ കേൾക്കില്ല. നമ്മൾ എല്ലാം തന്നിഷ്ടത്തിന് ചെയ്തത് തന്നെയാണ് ക്ലെയർ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. ക്ലെയറിന് അതോടൊപ്പം തന്നെ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അവൾ ബിയർ കുടിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ദുശീലങ്ങളും ക്ലെയറിനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ചൈതന്യത്തിൽ പോകുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഒട്ടും ഫിറ്റാകുന്ന ഒരു അതിനോടുകൂടെ ചേർന്ന് പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല ക്ലെയറിൻ്റേത്. എന്നിരുന്നാൽ പോലും ക്ലെയർ അവരുടെ കൂടെ ആയിരുന്നെങ്കിലും അവർ പ്രാർത്ഥിക്കാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനൊക്കെ പോകുമ്പോൾ ക്ലെയർ മാറി നിന്ന് എവിടെയെങ്കിലും പോയി ഒന്ന് സിഗരറ്റ് വലിക്കുകയോ അങ്ങനെയൊക്കെയാണ് ക്ലെയർ ചെയ്തിരുന്നത്. ഈ ഒരു തീർത്ഥാടനം എന്ന് പറയുന്ന ഓർഗനൈസ് ചെയ്തത് സെർവൻറ്റ് സിസ്റ്റേഴ്സ് ഓഫ് ദ മദർ ഓഫ് ഹോം ഓഫ് ദ മദർ എന്ന് പറയുന്ന ഒരു കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് നടത്തിയ ഹോളി വീക്ക് റിട്രീറ്റ്, അതായത് വിശുദ്ധ വാരത്തിൽ നടത്തുന്ന ഒരു റിട്രീറ്റിൻ്റെ ഭാഗമായാണ് ഈ ഒരു തീർത്ഥാടനം നടത്തുക. അന്ന് ഹോളി വീക്ക് റിട്രീറ്റാണ്, അതായത് വിശുദ്ധ വാരം തുടങ്ങി ഇത്രയും ദിവസം കഴിഞ്ഞു. ക്ലെയർ തന്നിഷ്ടത്തിന് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ ദുഃഖവെള്ളിയാഴ്ച ആയ ദിവസം ആ കൂട്ടത്തിൽ 1-2 പേര് വന്ന് ക്ലെയറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്, നീ പള്ളിക്കകത്ത് കയറണം, നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവരും പോയി അവിടെ കുരിശിൽ മുത്തുന്ന ഒരു ഇത് കൂടെ ഉണ്ട്, ഒരു ശുശ്രൂഷ കൂടെ ഉണ്ട്. അപ്പോൾ നീ അതിൽ എന്തായാലും പങ്കെടുക്കണമെന്ന് പറയും. പിന്നെ എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് അവൾ മനസ്സോടെ പള്ളിക്കകത്ത് കയറി ഏറ്റവും പുറകിൽ പോയി ഇരിക്കുകയാണ്. അങ്ങനെ അവൾ നോക്കുമ്പോൾ എല്ലാവരും വരിയായി പോയി കുരിശിൽ ചുംബിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് ക്ലെയറും ഒരു കയ്യിൽ ഒരു പോക്കറ്റിൽ കൈയിട്ട് അവളും വളരെ ലാഘവത്തോടു കൂടി പോയി കുരിശിൽ ചുംബിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചുംബിക്കുന്ന അവസരത്തിലാണ് ക്ലെയറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ദൈവിക സ്പർശനം നടക്കുന്നത്. അവൾ ആ കുരിശിൽ ചുംബിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവൾക്കറിയില്ല, അവൾ നിർത്താതെ കരയുവാനായിട്ട് തുടങ്ങി. അവളുടെ ഹൃദയത്തിൽ ഈശോ സ്പർശിച്ചു. അവൾക്ക് ആരും പറഞ്ഞു തരാതെ തന്നെ അവളുടെ മനസ്സിൽ അവൾക്ക് ബോധ്യമായി തൻ്റെ തെറ്റുകൾക്ക് വേണ്ടി, തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചതെന്ന്. ആ ഈശോ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള തിരിച്ചറിവ് അവൾക്ക് ആ ഒരു ചുംബനത്തിലൂടെ ആ ഒരു സമയത്ത് അവളുടെ മനസ്സിൽ ഉത്തമ ബോധ്യം ആയിട്ട് അവളുടെ ഉള്ളിൽ ഇങ്ങനെ പതിയാണ്. അങ്ങനെ ആ ദിവസം അവൾ അന്ന് നിർത്താതെ കരയുന്നു. അപ്പോൾ ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിനോടൊപ്പം തന്നെ ഇവരുടെ ഒരു ഡയറക്ടറായിട്ട് ഒരു അച്ഛൻ, ഫാദർ റാഫേൽ അലോൺസോ ഇവരോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിനെ ഒരുമിച്ച് കൂട്ടുകയും
അവർക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സെഷൻസ്, ചെറിയ ടോക്കുകളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൾക്ക് ക്ലെയറിന് ഈ ഒരു അനുഭവം ഉണ്ടായ പിന്നെ ക്ലെയർ നേരെ ഈ അച്ഛനെ ചെന്ന് കാണാനായിട്ട് പോവുകയാണ്. റാഫേൽ അച്ഛനെ കണ്ടിട്ട് ക്ലെയർ പറയാണ്, എനിക്ക് ഇതിൽ നിന്നൊക്കെ മാറണം, എനിക്ക് തിരിച്ച് എൻ്റെ ജീവിതം തിരിച്ച് നല്ല രീതിയിൽ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു കന്യാസ്ത്രീയായി തീരണമെന്ന് പറഞ്ഞ് അച്ഛനോട് പറയുകയാണ്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം ക്ലെയർ എങ്ങനെയാണ്, ക്ലെയറിൻ്റെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി കന്യാസ്ത്രീ ആകണമെന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു ഒരു ഫീല് എന്തായിരിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെ ക്ലെയർ അച്ഛനോട് ഇത് പറയുമ്പോൾ അച്ഛൻ സന്തോഷപൂർവ്വം തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവളെ ഒട്ടും തന്നെ അവളെ ജഡ്ജ് ചെയ്യുന്നില്ല. അതിനെ അച്ഛൻ ക്ലെയർ ഈ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അച്ഛൻ പറയും, നിനക്ക് അങ്ങനെ ഒരു ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ നീ എളിമപ്പെടണമെങ്കിൽ നീ അനുസരിക്കണം എന്ന് പറയും. അപ്പോൾ ക്ലെയർ പറയുന്നുണ്ട്, ഓക്കെ എന്നാൽ ശരി അനുസരിച്ചേക്കാം എന്ന് പറയും. അവൾ ഈ ഒരു കാര്യം പറയുമ്പോൾ, ഈ ഒരു യെസ് അനുസരിക്കാം എന്ന് പറയുന്ന സമയത്ത് അവളുടെ ഒരു കയ്യിൽ ബിയർ കുപ്പിയും ഒരു കയ്യിൽ സിഗരറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ക്ലെയർ തൻ്റെ ആ ഒരു ദൈവവിളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം വൈദികനോട് പറയുക. അപ്പോൾ ഇത് സ്പെയിനിൽ വെച്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയും, നീ പോയിട്ട് വരാൻ പറയും. അപ്പോൾ ക്ലെയർ പറയും, ഉറപ്പായിട്ടും ഞാൻ തിരിച്ചു വരും, ഇത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും എന്ന് പറയും. അങ്ങനെ ക്ലെയർ തൻ്റെ ആ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് തനിക്ക് വരണമെന്ന ആഗ്രഹത്തോടു കൂടി ആ ഒരു യാത്ര തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് അവൾ തിരിച്ചു പോവുകയാണ്. അവൾ എത്രത്തോളം മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിച്ചോ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി മോശമായി തീരുകയാണ് പിന്നീട് അവളുടെ ജീവിതം. ആ ഒരു വർഷം അവൾ തിരിച്ചു വന്നിട്ട് പോയ ആ ഒരു വർഷമാണ് ഏറ്റവും മോശമായിട്ട് അവൾ ജീവിച്ചതെന്നാണ് അവൾ പറയുക. ക്ലെയർ തന്നെ പറയുന്ന ഒരു ടെസ്റ്റിമണിയിലാണ് ക്ലെയർ ഈ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ ക്ലെയർ നന്നായി കുടിക്കാനും പിന്നെ ക്ലബ്ബുകളിൽ പോകാനും നൈറ്റ് ക്ലബ്സിൽ പോകാനും ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കറങ്ങി നടക്കാനും സിഗരറ്റ് വലിക്കാനും ഒക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അവൾക്ക് തിരിച്ചു വരാനായിട്ട് അവൾക്ക് നന്നായി അവൾ പ്രയാസപ്പെടുകയാണ്. അങ്ങനെ ഒരു ദിവസം അവൾ നൈറ്റ് ക്ലബ്ബ് കഴിഞ്ഞ് അവൾ നന്നായി കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അവളെ പുറത്ത് കൊണ്ടുവന്ന് ഇറക്കി സ്ട്രീറ്റിൽ കൊണ്ടുവന്നിട്ടു. അത് കഴിഞ്ഞ് അവൾ ബാത്റൂമിൽ പോയി ഇരിക്കുമ്പോഴത്തേക്കും അവൾക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടാവുകയാണ്. തന്നെ ആരോ മുകളിൽ നിന്നിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആരാണെന്നറിയില്ല. എന്നിട്ട് ആ ശബ്ദം അവൾക്ക് നന്നായിട്ട് കേൾക്കാം. വൈ ഡു യു കീപ് ഹേർട്ടിങ് മീ, നീ എന്തിനാണ് വീണ്ടും വീണ്ടും എന്നെ വേദനിപ്പിക്കുന്നതെന്നൊരു ശബ്ദം അവൾക്ക് കേൾക്കാം. അത് ഈശോയുടെ ശബ്ദമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അതിൽ നിന്നാണ് അവൾക്ക് വീണ്ടും ആ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് ക്ലെയർ പിന്നെ കടന്നു വരുന്നത്. അങ്ങനെ ക്ലെയർ വീണ്ടും ഈശോയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം മാറ്റിവെക്കണമെന്നുള്ള ആ ഒരു ഉറച്ച നിശ്ചയത്തിലേക്ക് അവൾ പിന്നീട് കടന്നു വരികയാണ്. അവൾ തൻ്റെ ആ ഒരു പഴയ വഴിവിട്ട ഒരു ജീവിതമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസ ജീവിതം സ്വീകരിക്കാനായിട്ട് മനസ്സിലുറക്കുകയാണ്. അങ്ങനെ അവൾ തൻ്റെ ഈ ഒരു ആഗ്രഹം തൻ്റെ കൂട്ടുകാരോടും വീട്ടിലുള്ളവരോടും മാതാപിതാക്കളോടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ കേട്ടവരെല്ലാവരും ക്ലെയർ ആണ് ഇത് പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പോൾ കൂട്ടുകാർ വന്ന് ഉപദേശിച്ചു, നീ നിൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, നീ വെറുതെ ഇങ്ങനത്തെ ഒരു മണ്ടൻ തീരുമാനങ്ങളൊന്നും എടുക്കരുത്, നിന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്നൊക്കെ പലരും വന്ന് അവളോട് ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ക്ലെയർ തൻ്റെ ദിവ്യനാഥൻ പേര് ചൊല്ലി വിളിച്ചു എന്നുള്ള ഒരു ബോധ്യം അവളുടെ തിരിച്ചറിഞ്ഞതിൽ പിന്നെ അവൾ വീണ്ടും തിരികെ 7 സിസ്റ്റേഴ്സിൻ്റെ ആ ഒരു കോൺഗ്രിഗേഷനിലേക്ക് തിരികെ ചെല്ലുകയും അവിടെ ചേരുവാനായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ പറയും, നീ പോയാലും വിതിൻ 2 വീക്സ് 2 ആഴ്ചയ്ക്കകം നീ തിരിച്ചു വരും എന്ന് ക്ലെയറിനോട് പറയുന്നു. ഇതുകൂടാതെ ക്ലെയറിൻ്റെ ജീവിതത്തിൽ മറ്റ് പോസിറ്റീവായിട്ടുള്ള വേറെ കുറച്ച് സംഭവങ്ങൾ കൂടെ നടന്നു. അതായത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, അവളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു നടിയായി തീരണം, അഭിനേത്രിയായി തീരണം, ലോകം അറിയപ്പെടുന്ന ഒരു അഭിനേത്രിയായി തീരണം എന്നുള്ളത്. അങ്ങനെ ക്ലെയറിൻ്റെ ഈ ഒരു ആഗ്രഹപ്രകാരം അവളുടെ നാട്ടിലായിരിക്കുന്ന സമയത്ത് തന്നെ അവൾ പല ചാനലുകളിലും അവതാരകയായിട്ടും അതോടൊപ്പം ചില സിനിമകളിൽ അഭിനയിക്കുവാനൊക്കെ ആയിട്ട് ക്ലെയറിന് അവസരം ലഭിച്ചു. അപ്പോൾ ക്ലെയറിൻ്റെ പിന്നെ മുന്നോട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പതുക്കെ ഹോളിവുഡിലേക്ക് കടക്കണം എന്നുള്ളതായിരുന്നു. അവളുടെ ഒരു അഭിനയത്തിൻ്റെ കഴിവെന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അപ്പോൾ ഇവളുടെ അഭിനയ മികവ് കൊണ്ട് തന്നെ മറ്റു പല മൂവീസിലേക്കും ഇവൾക്ക് ചാൻസുകൾ ലഭിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ക്ലെയറിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഈ ഒരു അനുഭവം അല്ലെങ്കിൽ ഈ ഒരു ദൈവവിളി അവൾ അനുഭവിക്കുക ഇടയാകുന്നത്.
ക്ലെയറിൻ്റെ ജീവിതത്തിൽ മറ്റ് പോസിറ്റീവായിട്ടുള്ള കുറച്ചധികം സംഭവങ്ങൾ കൂടെ പിന്നെ ഈ ഒരു വർഷം നടക്കുകയുണ്ടായി. നമ്മൾ കണ്ടു, അവളുടെ ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു അഭിനേത്രിയാകണം, ലോകം അറിയപ്പെടുന്ന ഒരു അഭിനേത്രിയാകണമെന്നുള്ളത്. അപ്പോൾ ഇതിനെ തുടർന്ന് അവൾ പല ചാനലുകളിലും അവതാരകയായിട്ട് ജോലി ചെയ്തു. അതുകൂടാതെ തന്നെ പല സിനിമകളിലും അവൾക്ക് അവസരം ലഭിക്കുകയുണ്ടായി. പിന്നെ അവളുടെ അഭിനയ മികവ് കൊണ്ട് തന്നെ പിന്നെയും പിന്നെയും പല മൂവികളിലും അവൾക്ക് ചാൻസ് ലഭിച്ചു. അങ്ങനെ ഒരു സിനിമയിൽ അവസരം ലഭിച്ച സമയത്താണ് അവൾ ആ ഒരു ഹോട്ടലിൽ ആയിരിക്കുമ്പോൾ അവളിങ്ങനെ അവളുടെ അടുത്ത ദിവസത്തെ ഷെഡ്യൂളൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ ഇങ്ങനെ ആലോചിക്കുന്നു, തനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, തന്നെ പിക്ക് ചെയ്യാനായിട്ട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ആൾ, ബാക്കി ഇവിടെ നല്ല സൗകര്യങ്ങൾ, ഹോട്ടലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവളുടെ ഉള്ളിൽ ആരോ ഇങ്ങനെ പറയാണ്, ക്ലെയർ യു ഹാവ് എവറിത്തിങ്, നിനക്ക് എല്ലാം ഉണ്ട് എന്ന് ആരോ ഇങ്ങനെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട് എന്ന്. പക്ഷേ അവളുടെ ഉള്ളിൽ ഇങ്ങനെയാണ് ക്ലെയർ പറയുക, ബട്ട് ഐ ഹാവ് നത്തിങ്, എനിക്ക് ഒന്നുമില്ല. പക്ഷേ അവൾക്ക് ഉള്ളിലറിയാം ഒന്നുമല്ല, എനിക്ക് കിട്ടേണ്ട എന്തോ ഒരു കാര്യം എനിക്കില്ല, എനിക്കൊന്നുമില്ല, ഞാനെല്ലാം നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് അവൾക്ക് അന്ന് ആ ഒരു ഹോട്ടൽ മുറിയിലായിരിക്കുമ്പോൾ അവൾക്ക് ലഭിക്കുകയാണ്. പിന്നെ തുടർന്ന് അവൾ തൻ്റെ ആ ഒരു അഭിനയ ജീവിതമെല്ലാം അവസാനിപ്പിച്ച് തന്നെ ദൈവം വിളിച്ചെടുത്തേക്ക് തന്നെ മടങ്ങിപ്പോകാനായിട്ട് അവൾ നിശ്ചയിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ 2010 ക്ലെയർ തൻ്റെ ആദ്യത്തെ വ്രതവാഗ്ദാനം എടുക്കുന്നു. സെർവൻറ്റ് സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷനിൽ തന്നെയാണ് ക്ലെയർ ജോയിൻ ചെയ്യുക. ക്ലെയറിൻ്റെ ജീവിതം ഒരു അത്ഭുതം തന്നെയായിരുന്നു. കാര്യം ആർക്കും തന്നെ അവൾ ഒരു കന്യാസ്ത്രീ ആകുമെന്ന് ഒട്ടും തന്നെ ഉറപ്പില്ലായിരുന്നു. അവളെ അറിയാവുന്നവർക്ക് അവൾ യാതൊരു കാരണവശാലും ഒരു കന്യാസ്ത്രീയായി തീരുമെന്ന് ഉറപ്പില്ലായിരുന്നു. അവളുടെ അമ്മ ഉൾപ്പെടെ പറയുന്നുണ്ട്, ക്ലെയർ ആണ് ഇത് ചെയ്യുന്നതെന്ന് തനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്ന്. അങ്ങനെ ക്ലെയറിൻ്റെ ആ ഒരു വ്രതവാഗ്ദാനം എടുത്ത ദിവസം അവൾ കരയുകയുണ്ടായി. അപ്പോൾ എല്ലാവരും വിചാരിച്ചു അവൾ നല്ല പ്രശസ്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്, അവൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു, അതൊക്കെ ഉപേക്ഷിച്ച്, ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ഈ ഒരു ആത്മീയത ഉൾക്കൊണ്ടത് കൊണ്ടായിരിക്കും അവൾക്ക് ഇങ്ങനെ ഒരു വിഷമം എന്നെല്ലാവരും വിചാരിച്ചു. പക്ഷേ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അതിനു വേണ്ടിയല്ല കരയുന്നത്, ഫൈനലി എനിക്കിത് നേടിയെടുക്കാൻ സാധിച്ചു, അതിൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ കരയുന്നത്, അല്ലാതെ ഞാനൊന്നും നഷ്ടപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല, എൻ്റേത് സന്തോഷത്തിൻ്റെ കണ്ണീരാണെന്ന് അവൾ കൂടെ ഉണ്ടായിരുന്നവരോടൊക്കെ പറയുകയാണ്. അങ്ങനെ അത് തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ അവൾ പറഞ്ഞത്, അത് സത്യമായിരുന്നു. പിന്നെ തുടർന്നുള്ളൊരു ജീവിതത്തിൽ അവൾ പിന്നെ ഒരു പിന്തിരിഞ്ഞ് നോട്ടം ക്ലെയറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവൾ എന്ന് ഈശോയുടെ അടുത്ത് യെസ് പറഞ്ഞു, അന്നു മുതൽ അവൾ ഈശോയുടെ സ്വന്തമായിരുന്നു. പിന്നീട് അവളുടെ ശുശ്രൂഷ ജീവിതമല്ല, അവൾ പല സ്ഥലങ്ങളിലും, സിസ്റ്റർ ക്ലെയർ പിന്നീട് പല സ്ഥലങ്ങളിലും ശുശ്രൂഷ ചെയ്യാനായിട്ട് ആരംഭിച്ചു. അയർലൻഡ്, അതോടൊപ്പം തന്നെ സ്പെയിൻ, US, അങ്ങനെ പല രാജ്യങ്ങളിലും, ഇക്വഡോർ, അങ്ങനെ പല രാജ്യങ്ങളിലും സിസ്റ്റർ ക്ലെയറിന് ശുശ്രൂഷ നയിക്കേണ്ടി വന്നു. അപ്പോൾ അവിടെയെല്ലാം സിസ്റ്റർ തൻ്റെ ആ ഒരു ദൗത്യം ഏറ്റവും വിശ്വസ്തയോടുകൂടി തന്നെയാണ് ചെയ്തത്. അപ്പോൾ എല്ലാ കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്, അവൾ വളരെ വ്യത്യസ്തമായൊരു ജീവിതത്തിൽ നിന്ന് വന്നതുകൊണ്ട് എല്ലാവരും കരുതിയത് ക്ലെയറിന് ഈ ഒരു സന്യാസ ജീവിതവുമായിട്ട് ചേർന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ്. പക്ഷേ നേരെ മറിച്ച് ക്ലെയറിന് യാതൊരു ബുദ്ധിമുട്ടും, ക്ലെയർ തന്നെ കൊണ്ട് സാധിക്കുന്ന എല്ലാ ജോലികളും, ഈവൻ കിച്ചണിൽ ചെയ്യേണ്ട ജോലികൾ പോലും അവളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ക്ലെയർ അത് ചെയ്തതെന്ന്. പിന്നെ ക്ലെയറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ക്ലെയർ എവിടെ ആയിരിക്കുന്നോ അവിടെയെല്ലാം ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു പുഞ്ചിരി ആ കൂട്ടത്തിലുള്ള എല്ലാവരിലേക്കും അവൾ പടർത്തിയിരുന്നു. അവളുടെ ആ ഉള്ളിൽ നിന്ന് ഈശോയുടെ ആ ഒരു സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സിസ്റ്റർ ക്ലെയർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കേണ്ട ഒരു ജോലി ഇടയ്ക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സമയത്തും ഏറ്റവും പ്രശ്നക്കാരായ കുട്ടികളെയെല്ലാം സിസ്റ്റർ ക്ലെയറിനെയാണ് മറ്റ് സിസ്റ്റേഴ്സ് ഏൽപ്പിക്കുക. അപ്പോൾ സിസ്റ്റർ ക്ലെയറിന് ആ കുട്ടികളെയെല്ലാം ഒരു പ്രത്യേക രീതിയിൽ അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് സിസ്റ്റർ ക്ലെയറിനുണ്ടായിരുന്നു. സിസ്റ്റർ പാട്ട് പാടുമായിരുന്നു, ഗിറ്റാർ വായിക്കുമായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും സിസ്റ്റർ ക്ലെയറിന് മറ്റുള്ളവരിലേക്ക് ഈശോയെ കൊടുക്കാനായിട്ട് ഏത് ചെറിയ അവസരം കിട്ടിയാൽ പോലും അതെല്ലാം അതിൻ്റെ ഒരു മാക്സിമം ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് സിസ്റ്റർ ക്ലെയർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സിസ്റ്റർ ക്ലെയറിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഓൾ ഓർ നത്തിങ്.
പൂർണ്ണമായും നൽകുക അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ 100% സിസ്റ്റർ ക്ലെയറിൻ്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സിസ്റ്റർ എന്ത് കാര്യം ചെയ്തിരുന്നാലും, പാട്ട് പാടിയാലും, പഠിപ്പിച്ചാലും, ഗിറ്റാർ വായിച്ചാലും, ക്ലീനിങ് ചെയ്താലും, എന്ത് ചെയ്താലും സിസ്റ്റർ അത് എപ്പോഴും 100% ഈശോയ്ക്ക് വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആനന്ദം സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ, അല്ലെ സിസ്റ്ററിൻ്റെ മുഖത്ത് എപ്പോഴും പ്രതിഫലിച്ചിരുന്നു എന്നുള്ളതാണ്. സിസ്റ്ററിൻ്റെ മറ്റൊരു ശുശ്രൂഷ എന്ന് പറയുന്നത് യുവജനങ്ങളായിരുന്നു. നമ്മൾ കണ്ടു സിസ്റ്ററിൻ്റെ ഇതുവരെ ഒരു സിസ്റ്റർ ക്ലെയർ സിസ്റ്റർ ആകുന്നതിന് മുമ്പുള്ള ഒരു ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ജീവിതം തന്നെ ധാരാളമായിരുന്നു. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രം മതിയായിരുന്നു യുവജനങ്ങൾക്ക് ഈശോയിലേക്ക് കടന്നു വരാൻ. സിസ്റ്ററിൻ്റെ ആ ഒരു ടെസ്റ്റിമണി, സിസ്റ്ററിൻ്റെ ജീവിതസാക്ഷ്യം കേൾക്കുന്ന അനേകം യുവജനങ്ങളെ ഈശോയിലേക്ക് കടന്നു വരാനായിട്ട് സിസ്റ്ററിനെ കൊണ്ടുവരാനായിട്ട് സിസ്റ്ററിന് സാധിച്ചിരുന്നു. അങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയാൽ കാണുവാൻ സാധിക്കും. സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിൻ്റെ ടെസ്റ്റിമണി എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയാൽ വേൾഡ് യൂത്ത് ഡേയിൽ സിസ്റ്റർ പങ്കുവച്ച തൻ്റെ ജീവിതസാക്ഷ്യമൊക്കെ. അപ്പം ഒത്തിരി യുവജനങ്ങളാണ് സിസ്റ്ററിൻ്റെ ആ ഒരു ജീവിതത്തിൽ നിന്ന് ആകർഷിച്ച് ഈശോയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സിസ്റ്റർ തൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായും മാറ്റി വെച്ചുകൊണ്ട് 100% ഈശോയ്ക്ക് നൽകിക്കൊണ്ടാണ് സിസ്റ്റർ ജീവിച്ചിരുന്നത്. അങ്ങനെ 2012 സിസ്റ്ററിന് ഇക്വഡോറിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ അവിടെയായിരുന്നു സിസ്റ്ററിൻ്റെ പിന്നീടുള്ള ഒരു ശുശ്രൂഷ. അവിടെ ആയിരിക്കുന്ന സമയത്ത് സിസ്റ്റർ അവിടെ കൂടെ ഉണ്ടായിരുന്ന നോവിസസിനെ ഗിറ്റാർ വായിച്ച് പാട്ടുപാടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് അവിടെ ഒരു ഭൂചലനം ഉണ്ടാകുന്നത്. ഈ ഭൂചലനം ഏകദേശം 7.8 മാഗ്നിറ്റ്യൂഡായിരുന്നു ഭൂചലനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ആ ഒരു ഭൂമി ഉൽക്കത്തിൽ 33 പേര് അവിടെ ആ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് മരണപ്പെടുന്നു. അതിൻ്റെ കൂടെ നമ്മളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ക്ലെയറും ഉണ്ടായിരുന്നു. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് സുഗന്ധം പരത്തിക്കൊണ്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം ബലി കഴിച്ച ഒരു വിശുദ്ധ ജീവിതമാണ് സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിൻ്റെത്. സിസ്റ്ററിൻ്റെ ജീവിതം നമ്മൾക്കും മാതൃകയാകട്ടെ. നമ്മളുടെ സിസ്റ്ററിൻ്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും, നമ്മളുടെ പാസ്റ്റ് എന്തു തന്നെ ആയിരുന്നാലും കർത്താവിന് അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ എന്തായിരുന്നു എന്നുള്ളത് അല്ല, നമ്മൾ എന്താകാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തമ്പുരാനെ എത്രത്തോളം നമ്മൾ നൽകുവാനായിട്ട് സാധിക്കുന്നു, ആ ഒരു യെസ് ഈശോയ്ക്ക് കൊടുത്തു കഴിഞ്ഞെന്നാൽ കർത്താവ് അത് അതിൻ്റെ ഫുൾനെസ്സിലെടുത്ത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ സിസ്റ്റർ നമ്മൾ കണ്ടു, സിസ്റ്ററിനൊരു പ്രശസ്തി അല്ലെങ്കിൽ ഫേമസ് അഭിനേത്രി, ആക്ട്രസ് ആകണമെന്നായിരുന്നു സിസ്റ്ററിൻ്റെ ആഗ്രഹം. അപ്പോൾ സിസ്റ്റർ ക്ലെയർ സിസ്റ്റർ ആകണം എന്ന് പറഞ്ഞ സമയത്ത് ഒരു ഫേമസ്, അറ്റ്ലീസ്റ്റ് ഒരു ഫേമസ് നണ്ണെങ്കിലും, ഒരു പ്രശസ്തയായ ഒരു കന്യാസ്ത്രീ എങ്കിലും ആകാം എന്ന് സിസ്റ്റർ ഇങ്ങനെ വെറുതെ പറഞ്ഞിരുന്നു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് സത്യമായി എന്നുള്ളതാണ്. ഈശോയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ആഗ്രഹിച്ചിരുന്ന തൻ്റെ ആ ഒരു അംബീഷൻസൊക്കെ നഷ്ടപ്പെടുത്തിയപ്പോൾ അതെല്ലാം ഒരു ഇരട്ടിയുടെ ഇരട്ടി നേട്ടമായിട്ടാണ് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ അത് മാറുന്നത്. സിസ്റ്റർ 2013 മരണപ്പെട്ടു. പക്ഷേ ഇന്നും സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ് എന്ന് പറയുന്ന വ്യക്തി ഇന്നും അനേക ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ട്, ലോകമെമ്പാടുമുള്ള മനുഷ്യരെ സ്പർശിച്ചുകൊണ്ട് ഇന്നും സിസ്റ്റർ പോപ്പുലറാണ്, ഇന്ന് ട്രെൻഡിങ് ആണ്. ഇന്നത്തെ നവമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിച്ച ഒരു പേരാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച്. സിസ്റ്ററിനെ ദൈവദാസിയാക്കി ഇനി വിശുദ്ധ പദവിയിലേക്ക് 2025 സിസ്റ്ററിനെ വിശുദ്ധ പദവിയിലേക്ക് എടുക്കാനുള്ള നാമകരണ നടപടികളൊക്കെ ആരംഭിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിൻ്റെ ജീവിതം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈശോയ്ക്ക് വേണ്ടി നഷ്ടമാക്കി എന്ന് പറയുന്നത് ഒരു നേട്ടം തന്നെയായി സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ മാറുകയാണ്. സിസ്റ്റർ മറ്റു പല പ്രമുഖ ചാനലുകളിലും വർക്ക് ചെയ്തിരുന്നു. EWTN5, നിക്ലോഡിയോൺ, അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് നെറ്റ്വർക്ക് ചാനൽ, ഇതിലെല്ലാം സിസ്റ്റർ ജോലി ചെയ്തിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾക്ക് ലോകത്തിൻ്റെ രീതിയിൽ ചിന്തിക്കുകയായിരുന്നെങ്കിൽ ഉറപ്പായും ഹോളിവുഡിലും തൻ്റെ ആ മൂവീസിൻ്റെ പേര്, മൂവീസിലുള്ള തൻ്റെ ആ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ ഹോളിവുഡ് വരെ ഉറപ്പായും സിസ്റ്ററിന് എത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട്, എല്ലാത്തിലും ഉപരിയായിട്ട് ഹോളിനെസ്സിലേക്ക് ദൈവം പേര് ചൊല്ലി വിളിച്ച ഒരു
വിശുദ്ധ ജീവിതമാണ് സിസ്റ്റർ ക്ലെയറിൻ്റേത്. ഇതുപോലെ നമുക്കും ലോകത്തിൻ്റേതായ ചിന്തകളൊക്കെ വെടിഞ്ഞുകൊണ്ട് ലോകത്തിൽ പ്രാധാന്യം നൽകുന്ന സാധനങ്ങളൊക്കെ മാറ്റിവെച്ച് ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു 100% നൽകുവാനായിട്ടും അതൊക്കെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നേട്ടങ്ങളാക്കി മാറ്റുവാനായിട്ടും നമ്മൾക്കും പരിശ്രമിക്കാം.